സിനിമാ ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൽക്കി 2 ചിത്രീകരണം ഹൈദരാബാദിൽ ആരംഭിച്ചു. അമിതാഭ് ബച്ചനും കമൽഹാസനും സെറ്റിൽ ഒന്നിച്ചതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ആരാധകരും ആവേശത്തിലാണ്. പ്രഭാസ് നായകനായി എത്തുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒന്നാണ്. ഇനി കാത്തിരിപ്പ് വേണ്ട, ആകാംക്ഷ മാത്രം മതി. ഇനി ബോക്സ് ഓഫീസിൽ തീപാറും. കൊടുങ്കാറ്റായി അവർ എത്തുകയാണ്. നീണ്ട 40 വർഷങ്ങൾക്കിപ്പുറം ബിഗ് ബിയും ഉലകനായകനും ഒന്നിക്കുന്നു. കൽക്കി 2 ചിത്രീകരണം ഹൈദരാബാദിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആവേശം ജനിപ്പിച്ച ലൊക്കേഷൻ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി മാറി. അതെ, പ്രഭാസ് നായകനായി നാഗ് അശ്വിൻ സംവിധാനത്തിൽ തെലുങ്കിൽ വൻ വിജയക്കൊടി പാറിച്ച പാൻ ഇന്ത്യൻ ചിത്രമാണ് കൽക്കി 2898 AD. കൽക്കിയുടെ ആദ്യ ഭാഗം ലോകമെമ്പാടും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതിനാൽ തന്നെ 1000 കോടിയിലധികമാണ് ചിത്രം വരുമാനം സ്വന്തമാക്കിയതും. ഭഗവാൻ വിഷ്ണുവിന്റെ അവസാന അവതാരമാണ് കൽക്കി. AD 2898 കാശി എന്ന നഗരത്തിൽ നടക്കുന്ന കഥയുടെ അടിസ്ഥാനത്തിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. അപ്പോൾ തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനും പ്രതീക്ഷകൾ ഏറെയാണ്. എന്നാൽ കൽക്കി രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന ആകാംക്ഷ തന്നെയാണ് സിനിമാ പ്രേക്ഷകർക്കിടയിലുള്ളത്. ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ തന്നെയായിരിക്കും രണ്ടാം ഭാഗമെന്ന് ഉറപ്പിക്കാം. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ലോകവും. എന്നാൽ ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. സിനിമയിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്ന അമിതാഭ് ബച്ചനും കമൽഹാസനും സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. അമിതാഭ് ബച്ചൻ കഥാപാത്രത്തിന്റെ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ചിത്രവും കമൽഹാസനെ കെട്ടിപ്പിടിക്കുന്ന ചിത്രങ്ങളുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ അശ്വത്ഥാമമായി വേഷമിട്ട് അമിതാഭ് ബച്ചൻ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. സുപ്രീം യാസ്കിൻ എന്ന വില്ലൻ വേഷത്തിലാണ് കമൽ എത്തുന്നത്. സിനിമയുടെ ആദ്യ ഭാഗത്ത് ഇരു താരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഒരുമിച്ച് പക്ഷേ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടില്ല. 1985 പുറത്തിറങ്ങിയ ഗൊരാഫ്താർ എന്ന സിനിമയിലാണ് കമലും അമിതാഭ് ബച്ചനും ഒരുമിച്ചെത്തിയത്. രജനീകാന്തും ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തിയതും ആവേശമായിരുന്നു. അതിനുശേഷം വീണ്ടും ഇരുവരും ബിഗ് സ്ക്രീനിൽ എത്തുന്നത് നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ്. അതേസമയം കൽക്കി 2 ആരാണ് നായികയായി എത്തുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ അണിയർ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസുമായുള്ള ചില കാരണങ്ങളാൽ ആദ്യ ഭാഗത്തിലെ നായിക ദീപിക പദുക്കോൺ ചിത്രത്തിൽ നിന്ന് മാറിയിരുന്നു. ദീപികയ്ക്ക് പകരം ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സായ് പല്ലവിയാണോ എന്ന സംശയം ചിലർ ഉന്നയിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ സൂചന നൽകിയതുപോലെ രണ്ടാം ഭാഗത്തിൽ കമൽഹാസന്റെ കഥാപാത്രത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും രണ്ടാം ഭാഗം വരുന്നത്. സിനിമയുടെ ഏകദേശം 35% ഷൂട്ടിംഗ് ഒന്നാം ഭാഗത്തിനൊപ്പം തന്നെ പൂർത്തിയായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള പ്രധാന ഭാഗങ്ങളുടെ ചിത്രീകരണമാണ് ഇനി നടക്കാൻ പോകുന്നതും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.